അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 7 വെള്ളിയാഴ്ച. ക്ഷേമ പെൻഷൻ വർധനവില്ലാതെ ഭൂനികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെയും തന്റെ 5ാമത്തെയും സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടുവെന്നും അതിവേഗ വളർച്ചയുടെ ഘട്ടത്തിലാണ് ഇപ്പോൾ കേരളമെന്നും പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. പ്രതിസന്ധിയെ അതിജീവിച്ച് കേരളം ടേക്ക് ഓഫിന് തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ധനഞെരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ അവഗണനയാണെന്നും ധനകമ്മീഷൻ ഗ്രാന്റ് തുടർച്ചയായി വെട്ടിക്കുറയ്ക്കുകയാണെന്നും പദ്ധതി വിഹിതവും വെട്ടിക്കുറയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. സംസ്ഥാനത്ത് നിലവിലുള്ള ഭൂനികുതി സ്ലാബുകളിൽ 50% വർധനവ് പ്രഖ്യാപിച്ചു. അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരു ആറിന് 5 രൂപ എന്നുള്ളത് 7.5 രൂപയായി മാറും. സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്ന് ധനമന്ത്രി. സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 4 ചക്രങ്ങളുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി വിലയുടെ അടിസ്ഥാനത്തിലാണ് പുനഃക്രമീകരിക്കുന്നത്. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അവയുടെ വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ളവയ്ക്ക് 10%, ബാറ്ററി റെന്റിംഗ് സംവിധാനമുള്ള വാഹനങ്ങൾക്ക് അവയുടെ വിലയുടെ 10% നികുതി ഈടാക്കും. കേരളത്തിന്റെ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായതെന്നും വയനാട്ടിൽ സംഭവിച്ചത് 1202 കോടി രൂപയുടെ നഷ്ടമാണെന്നും പുനരധിവാസത്തിനായി 2221 കോടി രൂപ ആവശ്യമാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്രം യാതൊരുവിധ സഹായവും തന്നിട്ടില്ലെന്നും പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കുമെന്നും അതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നുവെന്നും ധനമന്ത്രി അറിയിച്ചു. റോഡുകൾക്കും പാലങ്ങൾക്കുമായി ബജറ്റിൽ 3061 കോടി രൂപ വകയിരുത്തി. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതിനകം 5,39,043 വീടുകൾ അനുവദിച്ചതിൽ 4,27,736 വീടുകൾ പൂർത്തിയാക്കിയെന്നും ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ പട്ടികജാതിയിൽപ്പെട്ട 1,16,996 പേരും പട്ടികവർഗത്തിൽപ്പെട്ട 43,332 പേരും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു. സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെയും വ്യാജ വാർത്തകൾക്കെതിരെയും കാര്യക്ഷമമായ സംവിധാനം രൂപീകരിക്കുന്നതിനായി 2 കോടിയും വിദ്യാർത്ഥികളെ തൊഴിൽ പ്രാപ്തരാക്കാനുള്ള വിജ്ഞാന കേരളം പദ്ധതിക്കായി 20 കോടി രൂപയും KSRTC വികസനത്തിന് 178.98 കോടി രൂപയും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് 8.96 കോടി രൂപയും പൊന്മുടിയിൽ റോപ്പ് വേ സാധ്യതാ പഠനത്തിന് 50 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി. വനം വന്യജീവി സംരക്ഷണത്തിന് 305.61 കോടി രൂപയും പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റിവാങ്ങാൻ 100 കോടി രൂപയും വകയിരുത്തി. കൂടാതെ അടുത്ത വർഷത്തെ ബജറ്റ് സമ്മേളനത്തിന് കേരളത്തിന്റെ വടക്കൻ പ്രദേശത്തുള്ള MLA മാർക്ക് വീതിയേറിയ 6 വരി ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാന ബജറ്റിൽ ആരോഗ്യമേഖലയ്ക്ക് 10,431.73 കോടി രൂപ നീക്കിവെച്ചു. കാരുണ്യ പദ്ധതിക്കായി 700 കോടി രൂപയാണ് അനുവദിച്ചത്. വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കി മാറ്റുമെന്നും സിംഗപ്പൂർ ദുബായ് മാതൃകയിൽ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഇടത്തരം വരുമാനമുള്ളവർക്ക് സഹകരണ ഭവന പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി K-ഹോംസ് പദ്ധതി ധനമന്ത്രി അവതരിപ്പിച്ചു. മിതമായ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്നതിനും വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെയാകും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പാക്കുക. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തി. കേരളത്തിലെ നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യം മേഖലയിലെ ചികിത്സാ സമ്പ്രദായങ്ങളും നാട്ടറിവുകളും സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി കേരള നാട്ടുവൈദ്യ പരമ്പരാഗത കമ്മീഷൻ രൂപീകരിക്കാനും കേരള നാട്ടുവൈദ്യ പരമ്പരാഗത ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നതായി ധനമന്ത്രി പറഞ്ഞു.
അതോടൊപ്പം പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം പദ്ധതിക്ക് 25 കോടി രൂപയും കേരള ബജറ്റിൽ അനുവദിച്ചു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. 2025 ഏപ്രിലിൽ ഇത് നൽകും. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു 1900 കോടി രൂപയും ഈ സാമ്പത്തിക വർഷം നൽകും. DA കുടിശ്ശികയുടെ 2 ഗഡുവിന്റെ ലോക്ക് ഇൻ പീരീഡ് ഈ സാമ്പത്തിക വർഷം ഒഴിവാക്കുമെന്നും സർവീസ് പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക 600 കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി. കേരളത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം താഴേക്ക് പോകുന്നതും പ്രായമായവരുടെ എണ്ണം കൂടുന്നതിലും ആശങ്ക രേഖപ്പെടുത്തി സംസ്ഥാന ബജറ്റ്. 2024 കേരളത്തിൽ 3.48 ലക്ഷം കുഞ്ഞുങ്ങളാണ് ജനിച്ചതെന്നും 2014 ഇത് 5.34 ലക്ഷമായിരുന്നുവെന്നും 20 വർഷം മുമ്പ് 6 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ ജനിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ കുട്ടികളുടെ എണ്ണം പാതിയായി കുറഞ്ഞിരിക്കുന്നതെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. വയോജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയ ബജറ്റ് കൂടിയാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. സർക്കാർ അംഗീകൃത ഡിജിറ്റൽ ഗ്രിഡിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കിടപ്പ് രോഗികൾക്കും പാലിയേറ്റീവ് കെയർ, മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ കുതിപ്പ് നൽകാൻ പോരുന്ന ക്രിയാത്മക ഇടപെടലാണ് കേരളത്തിന്റെ ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് ബജറ്റിൽ കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും ധനസ്ഥിതിയെക്കുറിച്ചും യാതൊരു പരിഗണനയുമില്ലാത്ത പൊള്ളയായ ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിന് നിലവിലുള്ള കടം നികത്താൻ പോലും പുതിയ ബജറ്റിൽ അനുവദിച്ച തുക തികയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ യാതൊരു ഹോംവർക്കും ചെയ്യാതെ അവതരിപ്പിച്ച ബജറ്റാണെന്നും കേവലം മൈതാന പ്രസംഗം പോലെയാണ് ഇത് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ബജറ്റ് അവതരണത്തിന് മുമ്പായി നിയമസഭയിൽ ക്രമപ്രശ്നം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടപടിക്രമവും കാര്യനിർവഹണവും അനുസരിച്ച് ബജറ്റ് അവതരണത്തിന് ഒരു ദിവസം മുമ്പ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയിൽ വയ്ക്കുന്നതാണ് കീഴ്വഴക്കമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ സഭയുടെ കാര്യോപദേശ സമിതി നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് സഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെ ബജറ്റ് അവതരണം വേണമെന്ന് നിശ്ചയിച്ചതെന്നും അതുകൊണ്ടാണ് നേരത്തെ വിതരണം ചെയ്യാൻ സാധിക്കാത്തതെന്നും ധനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക അവലോകനം മുൻകൂട്ടി വിതരണം ചെയ്യണമെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായമെന്ന് സ്പീക്കറും അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി. കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ പോലീസ് നിയമപ്രകാരം മുന്നോട്ടു പോകാൻ ബാധ്യസ്ഥരാണെന്നും പോലീസിന്റെ അന്വേഷണ അധികാരങ്ങൾ തടയുന്നതിനുള്ള നിർദ്ദേശം നൽകാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കൊച്ചി നഗരസഭാ പരിധിയിൽ വഴിയോര കച്ചവടം നടത്തുന്നവർക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവ നിർബന്ധമാക്കി കേരള ഹൈക്കോടതിയുടെ ഉത്തരവ്. അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇത് സംബന്ധിച്ച് സ്ട്രീറ്റ് വെൻഡിംഗ് പ്ലാൻ രൂപീകരിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവിറക്കിയത്. ഇടുക്കി കുട്ടാറിലെ പോലീസ് മർദ്ദനത്തിൽ കട്ടപ്പന ASP ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി ഉണ്ടായേക്കും. നടപടി ഉണ്ടായില്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് മർദ്ദനമേറ്റ മുരളി അറിയിച്ചു. പോലീസ് സേനയിൽ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും മുരളി പറഞ്ഞു. പുതുവത്സര ദിനത്തിൽ രാത്രി 11 മണിയോടെയാണ് ഓട്ടോ ഡ്രൈവറായ കുമരകം മെട്ട് സ്വദേശിയായ മുരളീധരനെ മർദ്ദനമേറ്റത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുറന്നുവെച്ച മാലിന്യക്കുഴിയിൽ വീണ് 3 വയസ്സുകാരി മരിച്ചു. രാജസ്ഥാനിൽ നിന്നും എത്തിയ യാത്രക്കാരുടെ ഒപ്പമുണ്ടായിരുന്ന കുട്ടിയാണ് മാലിന്യക്കുഴിയിലേക്ക് വീണത്. കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡൊമസ്റ്റിക് ആഗമന ടെർമിനലിനടുത്ത് വെച്ച് ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ?
ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 5 വർഷത്തിന് ശേഷം റിപ്പോ നിരക്ക് 0.5% കുറച്ച് റിസർവ് ബാങ്ക്. രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായെന്ന് വിലയിരുത്തിയ ശേഷമാണ് 6 അംഗ പണനയ നിർണയ സമിതി റിപ്പോ നിരക്ക് 6.50% നിന്ന് 6.25 ആയി കുറച്ചത്. ഭവന, വ്യക്തിഗത, വാഹന വായ്പകളുടെ പലിശ നിരക്കിൽ കുറവ് വരുന്നതിനാൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന തീരുമാനം കൂടിയാണിത്. ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ വീണ്ടും വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന 14 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഫെബ്രുവരി 9 മുതലാണ് ഈ റദ്ദാക്കലുകൾ പ്രാബല്യത്തിൽ വരുന്നത്. മാർച്ച് 25 വരെ തുടരും. ദില്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 1 സീറ്റിൽ കൂടുതൽ കിട്ടില്ലെന്ന് സമാജ്വാദി പാർട്ടി MP രാം ഗോപാൽ യാദവ്. ദില്ലിയിൽ കോൺഗ്രസിനെ ഇപ്പോൾ പിന്തുണയ്ക്കാനാകില്ലെന്നും BJPയെ തോൽപ്പിക്കാനാകുന്നവരെയാണ് പിന്തുണയ്ക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഉംറ തീർത്ഥാടകർക്ക് മെനിഞ്ചൈറ്റിസ് വാക്സിൻ നിർബന്ധമാക്കിക്കൊണ്ടുള്ള തീരുമാനം സൗദി അറേബ്യ പിൻവലിച്ചു. ഇത് സംബന്ധിച്ച സർക്കുലർ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പുറത്തിറക്കി. സ്വകാര്യ വിമാന കമ്പനികൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ വിമാന കമ്പനികൾക്കും പുതുക്കിയ വാക്സിനേഷൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി നാടുകടത്തിയതിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ പ്രതിപക്ഷം. രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. PCCകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇന്ന് പ്രതിഷേധിക്കാനാണ് നിർദ്ദേശം. 3 ദിവസത്തിനിടെ 550 ഭൂചലനങ്ങൾ ഉണ്ടായതിനു പിന്നാലെ ഗ്രീക്ക് ദ്വീപിലെ സാന്റോറിനിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബുധനാഴ്ച 5.2 തീവ്രതയുള്ള ചലനം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഗ്രീക്ക് ദ്വീപിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ശക്തിയേറിയ ഭൂചലനം രേഖപ്പെടുത്തിയതിന് പിന്നാലെ 11,000-ലേറെ പേരെയാണ് ദ്വീപിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ ശ്രീശാന്തിനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സഞ്ജുവിനെ പിന്തുണച്ചതിനല്ലെന്നും അസോസിയേഷനെതിരെ തെറ്റായതും അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിനാണെന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സഞ്ജു സാംസണിന് ശേഷം ഇന്ത്യൻ ടീമിൽ ആര് വന്നു എന്ന ശ്രീശാന്തിന്റെ ചോദ്യം അപഹാസ്യമാണെന്നും അച്ചടക്ക ലംഘനം ആര് നടത്തിയാലും അതനുവദിക്കാൻ സാധിക്കില്ലെന്നും അസോസിയേഷനെതിരെ കളവായ കാര്യങ്ങൾ പറഞ്ഞ് അപകീർത്തിയുണ്ടാക്കിയാൽ മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടി വരുമെന്നും KCA വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വാതുവെപ്പ് വിഷയത്തിൽ കുറ്റവിമുക്തനാകാത്ത ശ്രീശാന്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കളിക്കാരുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതില്ലെന്ന് KCA വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ തുടർന്നും പിന്തുണയ്ക്കുമെന്നും രാജ്യത്തിനായി കളിക്കാം എന്ന് സ്വപ്നം കാണുന്നവരെ നമുക്ക് ആവശ്യമുണ്ടെന്നും അതിന് തുരങ്കം വെക്കുന്നവർക്കൊപ്പം നിൽക്കാൻ തനിക്കാകില്ലെന്നും കേരള ക്രിക്കറ്റിനെ താൻ സ്നേഹിക്കുന്നുവെന്നും S. ശ്രീശാന്ത് KCA വാർത്താക്കുറിപ്പിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമത്തിലും നീതിയിലും വിധിയിലും തനിക്ക് വിശ്വാസമുണ്ടെന്നും കേരള ക്രിക്കറ്റിനെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും തനിക്കെതിരെ അപകീർത്തികരമായ വാർത്താക്കുറിപ്പ് ഇറക്കിയവർ ഉത്തരം പറയേണ്ടി വരുമെന്നും അതിന് അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ലെന്നും ശ്രീശാന്ത് പ്രതികരിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.